Good morning, dear students. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ മാത്തമാറ്റിക്കൽ മോഡൽസ് ആണ്. അതായത് നമ്മളുടെ ഒരു ഫിസിക്കൽ എക്സ്പ്രഷൻ എങ്ങനെയാണ് മാത്തമാറ്റിക്കലായിട്ട് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷനായിട്ട് മാറ്റുക എന്നുള്ളതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യുക, ഇത് ടെക്സ്റ്റ് ഇങ്ങനെ നന്നായിട്ട് വായിച്ച് നോക്കിയിട്ട് എന്താണ് കണ്ടൻറ്റ് ഉള്ളതെന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ഉള്ളതൊക്കെ ഞാനൊന്ന് പറഞ്ഞു തരാം. അപ്പോൾ ഇതിൻ്റെ നോട്ട് ആയിട്ട് ഞാൻ ടെക്സ്റ്റ് അയച്ചു തരും. അത് വായിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് ഐഡിയ കിട്ടുന്നത് അത് മാത്രം എഴുതി വയ്ക്കുക. ഇപ്പോൾ ഈ മോഡലിംഗ് എന്ന് പറഞ്ഞത് എന്താണ്? ഈസ് എ പ്രോസസ് ഓഫ് ദി റൈറ്റിംഗ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ടു ഡിസ്ക്രൈബ് ദ ഫിസിക്കൽ സിറ്റുവേഷൻ. ഒരു ഫിസിക്കൽ സിറ്റുവേഷനിൽ നിന്ന് അതിലെങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ഫിസിക്കൽ സിറ്റുവേഷനെ എങ്ങനെ മാറ്റി എഴുതുക, ഡിഫറൻഷ്യൽ ഇക്വേഷനായിട്ട് എങ്ങനെ മാറ്റി എഴുതുക എന്നുള്ളതാണ് നമ്മൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആസ് എ മാത്തമാറ്റിക്കൽ മോഡൽസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫിസിക്കൽ ഫിനോമിനയായിട്ട് കുറേ ടേംസുകൾ വരും. അതൊക്കെ എങ്ങനെയാണ് ഡിഫറൻഷ്യൽ ഇക്വേഷനിലായിട്ട് മാറ്റാമെന്നാണ്. അപ്പോൾ അപ്പോൾ അത് നമ്മൾ പറഞ്ഞു. ഇനി അതിന് ശേഷം നമ്മൾ ഇവിടെ പറയുന്നത് അതിലെ പോപ്പുലേഷൻ ഡൈനാമിക്സ് എന്ന് പറഞ്ഞ ഒരു പോർഷൻ. അപ്പോൾ അത് ഫിസിക്സ് ടേംസിലത്തെ ഒരു ഇതാണ് പോപ്പുലേഷൻ ഡൈനാമിക്സ് എന്ന് പറഞ്ഞത്. വൺ ഓഫ് ദി ഏർലിയസ്റ്റ് അറ്റംപ്റ്റ് ടു മോഡൽ ഓഫ് ദി ഹ്യൂമൻ പോപ്പുലേഷൻ ഗ്രോത്ത് ബൈ മീൻസ് മാത്തമാറ്റിക്സ് വാസ് ദി ഇംഗ്ലീഷ് എക്കണോമിക്സ് തോമസ് മാൾട്ടസ്. ഇത് ബേസിക്കലി the idea of the ഇതിൻ്റെ ഐഡിയ ഒക്കെ എങ്ങനെയാണ് ഇപ്പോൾ ഒരു പോപ്പുലേഷൻ ഡൈനാമിക്സ് എങ്ങനെയാണ് നമ്മൾ മാത്തമാറ്റിക്സ് ആയിട്ട് ഡിനോട്ട് ചെയ്യുക എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ മാത്തമാറ്റിക്കൽ ടേംസ് ഇതിൽ P(T) എന്ന് പറയുന്നത് ടോട്ടൽ പോപ്പുലേഷനായിട്ട് നമ്മളിവിടെ ഡിനോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ T എന്ന് പറയുന്നത് ടൈമിലാണെങ്കിൽ ദ അസംഷൻ ഓഫ് ദി എക്സ്പ്രസ്ഡ് നമ്മൾ എങ്ങനെ എഴുതാം, അതിൻ്റെ എന്താ പ്രൊപ്പോർഷൻ ആക്കിയിട്ട് എഴുതാം. dP/dt പ്രൊപ്പോർഷണൽ ടു P എന്ന്, അല്ലെങ്കിൽ dP/dt ഈക്വൽ ടു K പ്രൊപ്പോർഷണൽ മാറ്റിയിട്ട് ഈക്വൽ ടു ആകുമ്പോൾ KP എന്ന് എഴുതുക. അപ്പോൾ നമ്മൾ ഈ ഒരു പോപ്പുലേഷൻ ഡൈനാമിക്സിനെ നമുക്ക് എങ്ങനെയാക്കി എഴുതി, ഡെറിവേറ്റീവിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോമിലേക്ക് മാറ്റി എഴുതി. K എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇതിലെങ്ങനെയാണ് ഇനി റേഡിയോ ആക്ടിവിറ്റി ഡി കെ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ അതിനെ എങ്ങനെയാണ് ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് മാറ്റി എഴുതുക. നിങ്ങൾ ഇതൊക്കെ നന്നായിട്ട് വായിക്കണം കേട്ടോ. എന്നിട്ട് ഓരോന്നിൻ്റെയും ഈ ഹെഡിങ് എഴുതുക, അതിൻ്റെ എന്താണ് വരുന്നത് മാത്രം എഴുതി വയ്ക്കുക. അപ്പോൾ ഇൻ മോഡലിംഗ് ദ ഫിനോമിന ഓഫ് ദി റേഡിയോ ആക്ടിവിറ്റി ഇറ്റ് ഈസ് അസ്യൂംഡ് ടു റേറ്റ് ഓഫ് dA/dt. റേഡിയോ ആക്ടിവിറ്റിന്ന് ഏത് നമ്മൾ ഡിനോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റേഡിയോ ആക്ടിവിറ്റി എന്താ മോഡലിംഗ് ഓഫ് ദി ഫിനോമിന ഓഫ് ദി റേഡിയോ ആക്ടിവിറ്റി DKനെ നമുക്ക് dA/dt എന്ന് പറഞ്ഞിട്ട് എഴുതാം. അപ്പോൾ അതിൻ്റെ ഫോർമുല വരുന്നത് dA/dt ഈക്വൽ പ്രൊപ്പോർഷണൽ ടു A ആണ്. dA/dt ഈക്വൽ ടു K ഇൻറ്റു A ആണ്. അപ്പോൾ ഇക്വേഷൻ അതിന് ആദ്യം തന്നെ 1ഉം 2ഉം കൊടുത്തു. അപ്പോൾ ഇതിൽ രണ്ട് ഇക്വേഷനും നമുക്ക് എന്താണ് ഏകദേശം സെയിം ആയിട്ടാണ് കിട്ടിയത്. ദ ഡിഫറൻസ് ഈസ് ഓൺലി ഇൻ ദി ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ദി സിമ്പിൾസ് ഓഫ് ദി കോൺസ്റ്റൻറ്റ് proportionality for the growth of the expect of the equation 1 K greater than 0 and the case of the 2 the dk K less than 0. അപ്പോൾ ഈ ന്യൂട്ടൺസ് ലോ ഓഫ് ദി കൂളിംഗ് ഓർ വാർമിംഗ്, ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ആൻഡ് വാർമിംഗ് തന്നെ നമ്മളെങ്ങനെയാണ് ഇവിടെ ഡിനോട്ട് ചെയ്യുന്നതെന്ന്. അപ്പോൾ ന്യൂട്ടൺസ് എംപിരിക്കൽ ലോ ഓഫ് കൂളിംഗ് ആൻഡ് വാർമിംഗ് ദ റേറ്റ് അറ്റ് വിച്ച് ദി ടെമ്പറേച്ചർ ഓഫ് T എന്ന് പറഞ്ഞ ടെമ്പറേച്ചറിനെ ഡിനോട്ട് ചെയ്തു. അതിൻ്റെ റേറ്റിനെയാണ് നമ്മൾ dt ക്യാപിറ്റൽ T/dt എന്നാണ് എഴുതുന്നത്. അപ്പോൾ ബോഡി ഓഫ് ദി സറൗണ്ടിങ് മീഡിയം, അപ്പോൾ T(T) റെപ്രസെൻറ്റ് ദി ടെമ്പറേച്ചർ. ഈ T(T)നെയാണ് നമ്മൾ ടെമ്പറേച്ചറായിട്ട് എന്ന് പറയുന്നത്. ഓഫ് ദി ടൈം ഓഫ് T, സ്മോൾ ടീനെ ടൈമായിട്ട് TM എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഓഫ് ദി സറൗണ്ടിങ് മീഡിയമാണ്. മീഡിയത്തിൻ്റെ ടെമ്പറേച്ചറാണ്, അതാണ് DM എന്നാണ്. dt എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ദി ടെമ്പറേച്ചർ ഓഫ് ദി ബോഡി ചേഞ്ചിങ്. ദെൻ ദ ന്യൂട്ടൺസ് ലോ ഓഫ് ദി കൂളിംഗ് ഓർ വാർമിംഗ് ട്രാൻസ്ലേറ്റ് ദ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് dt/dt പ്രൊപ്പോർഷണൽ ടു T മൈനസ് TM. T എന്ന് പറയുന്നത് നമ്മൾ ടെമ്പറേച്ചർ പറഞ്ഞു, TM എന്ന് പറയുന്നത് മീഡിയത്തിലുള്ള ടെമ്പറേച്ചറാണ്. അപ്പോൾ ഇതിന്
നമുക്ക് dt/dm ഈക്വൽ ടു k ഇൻറ്റു t മൈനസ് ടി എം എഴുതാം. k എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റിയാണ്. പിന്നെ നെക്സ്റ്റ് സ്പ്രെഡ് ഓഫ് ഡിസീസാണ്. സ്പ്രെഡ് ഓഫ് ഡിസീസിന് നമ്മൾ ദി നമ്പർ ഓഫ് ദി റിയാക്ഷൻ ജോയിൻ ദി പ്രൊപ്പോർഷണൽ ടു x of t ആൻഡ് y of t ആണ്. ദി പ്രൊപ്പോർഷണൽ ടു ദി പ്രൊഡക്റ്റ് xy ആണ്. ഇതിന് പറയുന്നത് ഇത് കാറ്റഗറി ഓഫ് ഡിസീസ് ഫോർ എക്സാമ്പിൾസ് ഫ്ലൂ വൈറസ് സ്പ്രെഡ് ത്രൂ ദി കമ്മ്യൂണിറ്റി ഓഫ് ദി പീപ്പിൾ കമ്മിങ് ഇൻ ടു ദി കോണ്ടാക്ട് വിത്ത് ദി അതർ പീപ്പിൾ. ഇപ്പോൾ അത് നമ്മൾ കൊറോണ പറഞ്ഞ പോലെ തന്നെ ഇതിലെ ഒരു ഫ്ലൂ ഓഫ് ദി വൈറസ് സ്പ്രെഡ് ത്രൂ ഔട്ട് ദി കമ്മ്യൂണിറ്റി ബൈ ദി പീപ്പിൾ കമ്മിങ് ഇൻ ടു ദി കോണ്ടാക്ട് വിത്ത് അതർ പീപ്പിൾ. അപ്പോൾ ലെറ്റ് എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് ഇനോ ദി നമ്പർ ഓഫ് ദി പീപ്പിൾ ഹു ഹാവ് കോണ്ടാക്റ്റഡ് ദി ഡിസീസ് ആൻഡ് വൈ ഓഫ് ടി ദി നമ്പർ ഓഫ് ദി പീപ്പിൾ who has not yet been exposed. It seems the responsible assume that the rate dx by dt at which the disease spread is the proportional of the number of the encounters of the reaction between these two groups of the people. അപ്പോൾ അതിനെ നമ്മൾ dx/dt ഈക്വൽ ടു k ഇൻറ്റു xy എന്നാണ് നമ്മൾ എടുക്കുന്നത്. k എന്ന് പറയുന്നത് യൂഷ്വലി കോൺസ്റ്റൻറ്റ് പ്രൊപ്പോർഷണാലിറ്റിയാണ്. ഇനിയിപ്പോൾ അതിനെ പിന്നെ സപ്പോസ് എ സ്മോൾ കമ്മ്യൂണിറ്റി ആസ് എ ഫിക്സഡ് പോപ്പുലേഷൻ ഓഫ് ദി n പീപ്പിൾ ആണ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇഫ് വൺ ഇഫക്റ്റഡ് പേഴ്സൺ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദി ദിസ് കമ്മ്യൂണിറ്റി ദെൻ ഇറ്റ് കുഡ് ബി ആർഗ്യൂഡ് ദാറ്റ് എക്സ് ഓഫ് ടി ആൻഡ് വൈ ഓഫ് ടി ആർ റിലേറ്റഡ് ബൈ ദി x+1 ഈക്വൽ ടു n+1 ആണ്. യൂസിങ് ദിസ് ലാസ്റ്റ് ഇക്വേഷൻ എലിമിനേറ്റഡ് y ഈസ് ഗിവൺ ബൈ ദി മോഡൽ. ഇതിനെ y ഈക്വൽ ടു എന്ന് വെച്ചിട്ട് ഈ നമുക്ക് എഴുതാം എക്സ് n+1 മൈനസ് എക്സ് എന്ന് എഴുതാം. അപ്പം നമ്മൾ ഈ ഇക്വേഷനിൽ വൈക്ക് പകരം എന്ത് എഴുതിയ n+1 മൈനസ് എക്സ് എന്ന് എഴുതിയിട്ട് നമുക്ക് ഈ ഇക്വേഷൻ ഇങ്ങനെ മാറ്റി എഴുതാം. ഇനി കെമിക്കൽ റിയാക്ഷൻസ് ആണ്. കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇതിൽ എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എ റിമൈനിങ് അറ്റ് എനി ടൈം ദെൻ dx/dt എന്ന് പറയുന്നത് ഈക്വൽ ടു k ഇൻറ്റു എക്സ് ആയിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ k എന്ന് പറയുന്നത് നെഗറ്റീവ് കോൺസ്റ്റൻ്റ് ആണ്. എക്സ് പറഞ്ഞ ഡിസീസ് എന്താ ഡിക്രീസ്. എക്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആകുമ്പോൾ k എന്ന് പറയുന്നത് ഡിക്രീസ് നെഗറ്റീവ് ആകുമ്പോൾ എക്സ് എന്ന് പറയുന്നത് ഡിക്രീസ് ആയിരിക്കും. ഈ പിന്നെ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ കെമിക്കലിൻ്റെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷനെയാണ് നമ്മൾ ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്നത് ഇങ്ങനെ. ഇനി മിക്സ്ചേഴ്സ് കെമിക്കൽ ഇതിൽ മിക്സ്ചേഴ്സ് മിക്സിങ് ടു സാൾട്ട് സൊല്യൂഷൻ ഡിഫറിങ് ദി കോൺസെൻട്രേഷൻ ഓഫ് ദിസ് റൈസ് ടു ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ആണ് മിക്സ്ചർ ഓഫ് ദി രണ്ട് സാൾട്ട് സൊല്യൂഷനും കൂടി മിക്സ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന concentration gives rise to the first order differential equation dA/dt equal to input rate of the salt minus output rate of the salt ആണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ഒക്കെ നമുക്ക് എന്ത് ചെയ്ത് അതിനെ ഒരു ഇമ്പോർട്ടൻ്റ് അതിൻ്റെ ഓരോ ഹെഡിങ് എഴുതുക. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് വരുന്നത് മാത്രം എഴുതുക. അതിൻ്റെ ഈ ഇങ്ങനത്തെ വരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഒക്കെ എഴുതി വയ്ക്കുക ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഫോളിങ് ബോഡിയിൽ ആകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ സെക്കൻഡ് ലോ ഒക്കെ നമുക്കറിയാം അല്ലേ. അപ്പോൾ കൺസ്ട്രക്റ്റ് മാത്തമാറ്റിക്കൽ മോഡൽ ഓഫ് ദി മോഷൻ ഓഫ് എ ബോഡി മൂവിങ് in a force field. One often start with the Newton's second law of motion state that the body is either remains rest or will continue to move with the constant velocity unless acted upon the external force. In each case of this equivalent to saying that when the sum of the force F equal to sigma Fk എന്ന് എടുത്തു. ഇനി acting on the body is 0, then the acceleration a of the body is 0. Newton's second law of the motion stated that when the net force acting on a body is not 0, then net force is proportional to its acceleration a. More preciously F equal to ma, where m എന്ന് പറയുന്നത് mass of the body. Now suppose a rock is tossed upward
from the roof of the building illustrated in the figure. ഈ ഫിഗർ നോക്കിയിട്ട് പറയാം what is the proportion the position of the s of t of the rock relative to the ground at a time. The acceleration of the rock is the second derivative d square s by dt square. We assume that the upward direction is a positive and then no force act on the rock other than the force of the gravity. The Newton's second law gives F equal to ma equal to d square s by dt square equal to minus mg ആണ്, or d square s by dt square equal to minus രണ്ട് ഭാഗത്തും എന്താണ് m ക്യാൻസൽ ചെയ്തൊരു മൈനസ് ജി എന്ന് കിട്ടി. In other words, the net force is simply the weight of F equal to F1 equal to W minus W of the rock near the surface of the earth. Recall that the magnitude of the weight W equal to mg when m is the mass of the body and g is the acceleration due to the gravity. The minus sign is used to because the weight of the rocket in the force direction downward, then the opposite to the position direction. If the height of the building is s naught, then initial velocity of the rock is v naught. Then s is determined the second order initial value problem. d square s by dt square equal to minus g, s of 0 equal to s naught, s dash of 0 equal to v naught. അപ്പോൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയതുകൊണ്ട് ഇതിൽ രണ്ട് ഇനീഷ്യൽ കണ്ടീഷൻ ഉണ്ടായിരിക്കും നമുക്ക്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ടിൽ കുറിച്ച് വയ്ക്കുക. അപ്പോൾ ഓരോന്നിൻ്റെയും ഹെഡിങ് എഴുതുക, അതിനുശേഷം അതിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെയാണ് വരുന്നത് മാത്രം എഴുതുക. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലുള്ളത്. ഇതിൽ ലാസ്റ്റിൽ എന്ന് പറയുന്നത് മാത്തമാറ്റിക്കലിലേക്ക് മാറ്റാണ് ഫിസിക്കൽ ഡെറിവേറ്റീവ്സിനേക്ക്. അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോമിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണെന്ന് ഒന്നും ജസ്റ്റ് മനസ്സിലാക്കുക. ഇനി എക്സ്ട്രാ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ഞാൻ ഇട്ട് തരാം.